ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. സ്ത്രീകളുടെ ഋതുഫലം. സ്ത്രീകൾ ഋതുവായാൽ, പെൺകുട്ടികൾ ഋതുവായാൽ, ആദ്യമായി ഋതുവാകുമ്പോൾ ഓരോ ആഴ്ചയ്ക്കും നാളിനും തിഥിക്കും ലഗ്നത്തിനും ഓരോരോ ഫലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കാം. ജ്യോതിഷപരമായി പറയുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ച ഋതുവായാൽ വ്യാധിയും വൈധവ്യവും ഉണ്ടാകും എന്നാണ് ചൊല്ല്. തിങ്കളാഴ്ച ഭർത്താവിൽ അനുരാഗം ഏറുകയും ഭയഭക്തി വിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. ചൊവ്വാഴ്ചയാണെങ്കിൽ ദുർനടത്തയ്ക്ക് കാരണമാകും. ബുധനാഴ്ച മഹാഭാഗ്യമാണ്. വ്യാഴാഴ്ച ധനവർദ്ധനയാണ്. വെള്ളിയാഴ്ച സന്താന വർദ്ധനയാണ്. ശനിയാഴ്ച സന്താന ദുഃഖത്തിന് കാരണമാകുന്നു. ഇതാണ് ആഴ്ചാപരമായിട്ടുള്ള ഫലം. നാൾ ഫലം നോക്കാം. അശ്വതിക്ക് വൈധവ്യമാണ് പറഞ്ഞേക്കുന്നത്. ഭരണിക്ക് സ്ത്രീ സന്താന വർദ്ധനയും, കാർത്തികയ്ക്ക് പുത്രനാശവും, രോഹിണിക്ക് സുഖ അനുഭവവും, മകയിരത്തിന് പുത്രലബ്ധിയും, തിരുവാതിരയ്ക്ക് വ്യാധിപീഡയും, പുണർദത്തിന് അലങ്കാര സാധന വർദ്ധനയും, പൂയത്തിന് രാജാനുഭോഗവും, ആയില്യത്തിന് പുത്രനാശവും, മകത്തിന് കുടുംബവർദ്ധനയും, പൂരത്തിന് പുത്രധനവർദ്ധനയും, ഉത്രത്തിന് ഭോഗസൗഖ്യവും, അത്തത്തിന് രാജസുഖവും, ചിത്തിരയ്ക്ക് രോഗവർദ്ധനയും, ചോതിക്ക് കുടുംബ അഭിവൃദ്ധിയും, വിശാഖത്തിന് ധനവർദ്ധനയും, അനിഴത്തിന് ഭോഗസുഖവും, കേട്ടയ്ക്ക് രാജപത്നിത്വവും, മൂലത്തിന് വൈധവ്യവും, പൂരാടത്തിന് ദാസ്യതയും, ഉത്രാടത്തിന് ധന്യതയും, തിരുവോണത്തിന് ആഭിജാത്യ അഭിവൃദ്ധിയും, അവിട്ടത്തിന് ഭോഗസുഖവും, ചതയത്തിന് ദാരിദ്ര്യവും, പൂരിട്ടാതിക്ക് മഹാവ്യാധി പീഡയും, ഉത്രട്ടാതിക്ക് സുഖഭോഗാനുഭവവും, രേവതിക്ക് സൗഖ്യവും ഫലം. ഇതാണ് നാളുപരമായിട്ടുള്ള ദോഷ അഭിവൃദ്ധി ഫലങ്ങൾ. തിഥിഫലം. പ്രഥമ ദ്വിതീയ തിഥിക്ക് പുത്രലാഭവും, തൃതീയയ്ക്ക് രോഗ അഭിവൃദ്ധിയും, ചതുർത്ഥിക്ക് വരസംഗത്വവും, പഞ്ചമിക്ക് പുത്രലാഭവും, ഷഷ്ടിക്ക് പുത്രനാശവും, സപ്തമിക്ക് സൗഖ്യവും, അഷ്ടമിക്ക് മരണവും, നവമിക്ക് ദാരിദ്ര്യവും, ദശമിക്ക് സുഖഭോഗവും, ഏകാദശിക്ക് പുത്രഭാഗ്യവും, ദ്വാദശിക്ക് വൈധവ്യവും, ത്രയോദശിക്ക് പുത്രലാഭവും, ചതുർദശിക്ക് ഭ്രഷ്ടതയും, വെളുത്തവാവിന് സമ്പൂർണ്ണ ഭാഗ്യവും, കറുത്തവാവിന് കുലടാത്വവും ഫലം. അവൾ കുലടയായി പോകും അമാവാസിക്ക്. ഇങ്ങനെയാണ് തിഥിപരമായിട്ടുള്ള ഋതു ആകുന്നതിൻ്റെ ദോഷസുഖ ഫലങ്ങൾ. ലഗ്നഫലം നോക്കാം. മേടത്തിന് ദാരിദ്ര്യവും, ഇടവത്തിന് ഗോവർദ്ധനയും, മിഥുനത്തിന് ഭോഗചിന്തയും, കർക്കടകത്തിന് ദുർനടത്തയും, ചിങ്ങത്തിന് അല്പസന്താനവും, കന്നിക്ക് സ്ത്രീസന്താനവും ലാഭവും, തുലാത്തിന് കുലനായകത്വവും, വൃശ്ചികത്തിന് ദുർനടത്തയും, ധനുവിന് ഭർത്തൃനാശവും, മകരത്തിന് പ്രിയവാദിത്വവും, കുംഭത്തിന് കുലപ്രിയത്വവും, മീനത്തിന് സൗഭാഗ്യവർദ്ധനയും ഫലം. ഇത് ലഗ്നപരമായിട്ടുള്ള ഫലമാണ്, അല്ലാതെ മാസഫലമല്ല. ഇതാണ്. ഇതിനെ അനുസരിച്ച് പ്രതിവിധികൾ അതാത് ക്ഷേത്രങ്ങളിൽ ചെയ്തുകൊള്ളണം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.